ഏട്ടാ, എനിക്ക് ഏട്ടനോട് സംസാരിക്കണം, അത്യാവശ്യമാണ്. ഞാൻ വന്നിട്ടേ ഉറങ്ങാവുള്ളൂ. വിവാഹം കഴിഞ്ഞെന്ന് രാത്രി തിരക്കെല്ലാം കഴിഞ്ഞ് സ്വന്തം റൂമിലേക്ക് തന്നെ കാത്തിരിക്കുന്ന പുതുപ്പെണ്ണിനടുത്തേക്ക് എത്രയും പെട്ടെന്ന് ചെല്ലാൻ മഹേഷ് ധൃതി കൂട്ടുന്ന നേരത്താണ് അവന്റെ അനിയൻ അനീഷ് അടുത്ത് വന്നിത് പറയുന്നത്. തന്റെ വിവാഹത്തിന് തന്നെക്കാൾ അധികം ടെൻഷൻ അവനായിരുന്നു. ഓരോ കാര്യവും മുന്നിൽ നിന്ന് വീട്ടുകാർ ഭംഗിയായി നോക്കി നടത്തുമ്പോഴും ടെൻഷനോടെ നിന്ന് അവനെ ഓർത്ത് അഭിമാനമാണ് മഹേഷിന് തോന്നിയത്. ഏട്ടന്റെ കല്യാണം ഭംഗിയായി നടക്കാൻ ടെൻഷനടിക്കുന്ന അനിയൻ, താൻ വളർത്തിയ തന്റെ അനിയൻ, തന്നോളം എത്തിയവൻ. പക്ഷെ ഇപ്പോഴവന്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഭാവം, അതിന്റെ അർത്ഥം ചികഞ്ഞു മഹേഷ്. എന്താ അനി, മോൻ ഏട്ടനോട് എന്താ പറയാനുള്ളത്? എന്താണെങ്കിലും പറഞ്ഞോ ഏട്ടനോട്. എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? തനിക്ക് മുൻപിൽ നിന്ന് സംസാരിക്കാൻ വെപ്രാളപ്പെടുന്ന അനിയനെ തന്നിലേക്ക് ചേർത്ത് നിർത്തി മഹേഷ്. അതേട്ടാ, ഇന്നേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഏട്ടൻ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും എല്ലാം ഉണ്ടാകും എന്ന് കരുതി ഇന്ന് തന്നെ അങ്ങ് ആദ്യരാത്രി നടത്താമെന്ന് ചിന്തിക്കരുത്. ആ കണ്ണോടെ അവളെ നോക്കുകയും ചെയ്യരുത്. തലയും വാലും ഇല്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നവനെ മിഴിച്ചു നോക്കി മഹേഷ്. നീ ഇതെന്തൊക്കെയാണ്ടാ വിളിച്ചു പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അനീഷിന്റെ സംസാരത്തിന്റെ ഗതി അറിയാതെ പകച്ചു മഹേഷ്. അതേട്ടാ, അത് പിന്നെ പകപ്പോടെ തന്നെ നോക്കുന്ന ഏട്ടനോട് എന്തു പറയുമെന്നറിയാതെ തപ്പിത്തടഞ്ഞു അനീഷും. അത് കൊള്ളാം. നിങ്ങൾ ഏട്ടനും അനിയനും ഇവിടെ സംസാരിച്ചു നിൽക്കാണോ? ഞാൻ എവിടെയെല്ലാം തിരഞ്ഞു നിങ്ങളെ. അനീഷേ, ഒന്ന് വന്നിടാ, ഒരു കാര്യം. അവിടേക്ക് ധൃതിയിൽ കടന്നെത്തിയ അനീഷിന്റെ കൂട്ടുകാരൻ സാബു മഹേഷിനോട് ചിരിയോടെ ചോദിക്കുന്നതിനൊപ്പം അനീഷിനെ കൂടെ കൂട്ടി പുറത്തേക്ക് നടക്കാനൊരുങ്ങി. ഞാൻ വന്നോളാം സാബു, നീ ചെല്ല്. ഞാൻ ഏട്ടനോടൊന്ന് സംസാരിക്കട്ടെ. സാബുവിന്റെ വരവും സംസാരവും ഇഷ്ടപ്പെടാത്തൊരു ഭാവത്തോടെ അനീഷ് അവന്റെ കൈകൾ തന്നിൽ നിന്ന് എടുത്തുമാറ്റാൻ ശ്രമിച്ചെങ്കിലും മുഖത്തെ ചിരിമായാതെ അനീഷിനെ ഒന്നുകൂടി മുറുകെ ചേർത്ത് പിടിച്ചു സാബു. സാബുവിനെ കണ്ട അനീഷിന്റെ വെപ്രാളവും സാബുവിന്റെ മുഖത്തെ ഗൗരവവുമെല്ലാം ഒപ്പിയെടുത്തു മഹേഷിന്റെ മിഴികൾ. മഹേഷേട്ടൻ ചെല്ല്, ചെന്ന് കിടക്കാൻ നോക്ക്. കാത്തിരുന്ന് സ്മിതയും ക്ഷീണിച്ചിട്ടുണ്ടാവും. നമ്മളാണുങ്ങളെപ്പോലെയല്ല പെൺകുട്ടികൾ. വിവാഹത്തിന്റെ അന്ന് പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് ഒരുങ്ങി തളർന്നിരിക്കുന്നവരാവും. ഏട്ടൻ ചെല്ല്, ഇവനെ ഞാൻ കൊണ്ടുപോവാണ്. മഹേഷിനോട് പറയുന്നതിനൊപ്പം അനീഷിനെ അല്പം ബലം പ്രയോഗിച്ച് തന്നെ സാബു അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. അനീഷിന്റെ സംസാരവും സാബുവിന്റെ ഭാവവും ഒരു കലക്കലുണ്ടാക്കി മഹേഷിന്റെ മനസ്സിൽ. 30കാരനായ പ്രവാസിയാണ് മഹേഷ്. പ്രവാസിക്ക് നാട്ടിൽ പെണ്ണില്ലാത്തതുകൊണ്ട് മഹേഷിനും ഈ വയസ്സിനിടയ്ക്ക് വിവാഹം ശരിയായില്ല. ഒരുപാട് പെണ്ണു കണ്ടു. മടുത്ത അവസാനമാണ് അനിയൻ അനീഷിന്റെ കൂടെ പഠിച്ച പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സ്മിതയെ മഹേഷ് പെണ്ണ് കണ്ടത്. സ്മിതയെപ്പറ്റി പറഞ്ഞതും പെണ്ണ് കാണാൻ കൂടെ ചെന്നതും സാബുവാണ്. സാബുവിന്റെ അയൽവാസിയാണ് സ്മിത. തന്റെ കല്യാണം ഉറപ്പിച്ചതിനു ശേഷം അനീഷിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടായിരുന്നുവെന്ന തോന്നൽ അപ്പോഴാദ്യമായി മനസ്സിൽ തോന്നിയതും റൂമിലേക്ക് നടക്കാതെ സാബുവും അനീഷും പോയ ദിശയിലേക്ക് നടന്നു മഹേഷും. നിനക്ക് ഭ്രാന്തുണ്ടോ അനീഷേ? നീ എന്താണ് മഹേഷേട്ടനോട് പറയാൻ പോകുന്നതെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? ആളൊഴിഞ്ഞ കോണിലേക്ക് അനീഷിനെ നീക്കി നിർത്തി സാബു ചോദിക്കുന്നത് വ്യക്തമായി കേട്ടു മഹേഷ്. ഞാൻ ചെയ്യാനും പറയാനും പോയത് എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നീ എന്തിനാ അതിനിടയിലേക്ക് കടന്നു വന്നെന്നെ തടഞ്ഞത്? സ്മിത എൻ്റെ പെണ്ണാണ്, ഞാൻ സ്നേഹിക്കുന്നവൾ. എനിക്ക് വേണം അവളെ. ഏട്ടൻ്റെ ഭാര്യയായി അവളെ കാണാൻ വയ്യെനിക്ക്. സാബുവിനോട് ദേഷ്യപ്പെട്ട അനീഷ് വിളിച്ചു പറഞ്ഞ വാക്കുകൾ ശ്വാസം നിലച്ചെന്ന പോലെ നിന്നെടുത്ത് തന്നെ തറഞ്ഞു നിന്നുപോയി മഹേഷ്. അവനറിയാതെ തന്നെ അവന്റെ കണ്ണുകൾ ഈ സമയം കൊണ്ട് നിറഞ്ഞൊഴുകിയിരുന്നു. അനിയനെ സ്നേഹിച്ച പെണ്ണിനെയാണോ താൻ താലികെട്ടി ഭാര്യയാക്കിയത്? വേദനയോടെ മഹേഷ് ചിന്തിക്കുന്ന നേരം തന്നെയാണ് അനീഷിന്റെ കരണം പുകച്ച് സാബു ഒന്ന് പൊട്ടിച്ചത്. നീ അവളെ സ്നേഹിച്ചത് നീ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ അനീഷ്. അവൾ അറിഞ്ഞിട്ടില്ല. എന്തിന്? മഹേഷേട്ടനുമായി ഇന്നവളുടെ വിവാഹം കൂടി കഴിഞ്ഞിട്ടാണ് നിന്റെ മനസ്സിലെ അവളോടുള്ള ഇഷ്ടം നീ എന്നോട് പോലും പറയുന്നത്. നിനക്ക് ഭ്രാന്താണ്ടാ, ഭ്രാന്ത്. പൊട്ടിത്തെറിച്ച സാബു അനീഷിനോട് പറഞ്ഞ വാക്കുകൾ തണുപ്പിച്ചത് എരിഞ്ഞുപോയ മഹേഷിന്റെ ഹൃദയത്തെയാണ്. പ്രണയം തന്റെ ഭാര്യയോട് അനീഷിനു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന അറിവിന്റെ കുളിര്, ആശ്വാസം. ഒന്ന് ശ്വാസമയച്ചു മഹേഷ്. അനീഷേ, നിന്റെ ഇഷ്ടം സ്മിതയോട് പറയാൻ ഒരുപാട് അവസരങ്ങൾ നിനക്കുണ്ടായിരുന്നു. അന്ന് അതൊന്നും ഉപയോഗിക്കാതെ ഇപ്പോൾ ചെന്ന് മഹേഷേട്ടനോട് അവളെ നിനക്ക് വേണമെന്ന് പറഞ്ഞാൽ ഏട്ടൻ അവളെ നിനക്ക് തരുമോ? അതുമല്ല, ഇതെല്ലാം അറിയുന്ന സ്മിതയുടെ അവസ്ഥ നീ ചിന്തിച്ചിട്ടുണ്ടോ? ഏട്ടന്റെ ഭാര്യയായി വീട്ടിലെത്തിയ ശേഷം അനിയന്റെ പ്രണയമറിയുന്ന ഒരു പെണ്ണിന്റെ അവസ്ഥ. ഈ വീട്ടിൽ പിന്നീട് ഒരു നിമിഷം പോലും ചിലപ്പോൾ സ്മിത നിൽക്കില്ല. അതോടെ തകരുന്നത് ഒരുപാട് ജീവിതങ്ങളാകും. മറക്കണ്ട അത് നീ. തന്നാലാവും വിധം സാബു അനീഷിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും അനീഷ് അതെല്ലാം നിഷ്കരുണം തട്ടിക്കളയുന്നതും അല്പനേരം കൂടി നോക്കി നിന്ന മഹേഷ് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ വേഗം തിരികെ തന്റെ റൂമിലെത്തി. മുറിയിലെത്തിയതും കണ്ടു നേർത്ത നാണത്തോടെ തന്നെ കാത്തിരിക്കുന്ന അവളെ, അവളുടെ കണ്ണിലെ തന്നോടുള്ള പ്രണയത്തെ. കാത്തിരുന്ന് മുഷിഞ്ഞോ?
ഒരു ചോദ്യത്തോടെ സ്മിതയ്ക്കരികിലിരുന്നവളുടെ തോളിൽ കൈവച്ച് ചോദിക്കുമ്പോൾ അനീഷ് എന്ന തന്റെ അനിയനെ മറവിയിലേക്ക് തള്ളിയിട്ടു മഹേഷ്. ഒന്നും രണ്ടും പറഞ്ഞ് പതിയെ തുടങ്ങിയ സംസാരം ഒടുവിൽ വഴിമാറി നേർത്ത മൃദുചുംബനങ്ങളിലേക്കും അവിടുന്നൊഴുകിയൊടുവിൽ ഉടലിന്റെ വന്യമായ കൂടിച്ചേരലുകളിലേക്കും കലാശിച്ചൊരൊറ്റ ഉടലായി തളർന്നു കിടക്കുമ്പോൾ മഹേഷ് അറിയുന്നുണ്ട് പലപ്പോഴും തന്റെ റൂമിനു പുറത്ത് നടക്കുന്ന ചെറിയ മൽപ്പിടുത്തങ്ങൾ. പുതുവർണ്ണങ്ങൾ ചാലിച്ച പുതിയ പുലരിയെ വരവേറ്റ് പിറ്റേന്ന് മഹേഷ് സ്മിതയെ തന്നോട് ചേർത്ത് പിടിച്ച് റൂമിന് വെളിയിലേക്കിറങ്ങുമ്പോൾ ആരെയും നോക്കാൻ സാധിക്കാത്ത വിധം നാണത്തിൽ ചുവന്നു തുടുത്തിരുന്നു സ്മിതയുടെ മുഖം. അവരിലേക്ക് തന്നെ മിഴികൾ കൊരുത്തു നിന്നിരുന്ന അനീഷിന്റെ മിഴികൾ എളുപ്പത്തിൽ കണ്ടെത്തിയിരുന്നു ഏട്ടന്റെ പ്രണയശേഷിപ്പുകളുടെ അടയാളങ്ങൾ അവളുടെ കഴുത്തിലും ചുണ്ടിലുമെല്ലാം. നേർത്ത നിശ്വാസത്തോടെ സ്വന്തം മുറിയിലേക്ക് നിശബ്ദനായി നടന്നു മറയുന്ന അനിയനെ യാതൊരു കുറ്റബോധവുമില്ലാതെ നോക്കി നിന്നു മഹേഷും. പ്രണയം പറയാനും നേടാനും അവസരങ്ങളേറെ ഉണ്ടായിട്ട് വേണ്ടവിധം ഉപയോഗിക്കാത്ത അനിയനു വേണ്ടി കഷ്ടപ്പെട്ട് സ്വന്തമാക്കിയ ഭാര്യയെ വിട്ടുകൊടുക്കാൻ മാത്രം വിശാല മനസ്കനല്ല മഹേഷ്. അവനൊരു സാധാരണക്കാരൻ, കയ്യിലെത്തപ്പെട്ടത് കളഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കുന്നൊരു പാവം പ്രവാസി. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.